ഡിസംബർ 5-ന് നടന്ന കേരയിൽ റെയിൽവേ ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്ക് ശേഷം കേരയിൽ റെയിൽവേക്ക് അയച്ച കത്തിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. അലൈൻമെന്റിൽ നിന്ന് വേണമെങ്കിൽ റെയിൽവേ ഭൂമി ഒഴിവാക്കാം, പക്ഷേ ബാക്കിയെല്ലാം സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്ന് പറയാതെ പറയുകയാണ്. ചർച്ചകൾക്ക് പിന്നാലെ ഡിസംബർ 20-ന് നൽകിയ കത്തിലാണ് കേരയിൽ നിലപാട് ഉറപ്പിച്ചത്. ഇത് കേന്ദ്രത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കൽ കൂടിയായി. സിൽവർ ലൈൻ പദ്ധതിക്കായി റെയിൽവേക്ക് ഭൂമി നൽകാനാകില്ലെങ്കിൽ അലൈൻമെന്റ് മാറ്റാമെന്ന് കേരയിൽ സമ്മതിച്ചു. പക്ഷെ പദ്ധതിയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാനാകില്ലെന്നും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും കേരയിൽ ഉറപ്പിച്ചു. സിൽവർ ലൈനായി പ്രത്യേക റെയിൽവേ ലൈൻ തന്നെ വേണം. സ്റ്റാൻഡേർഡ് ഗേജ് അല്ലാതെ ബ്രോഡ് ഗേജ് സാധ്യമല്ല. കാരണം ഇത് മാറ്റുന്നത് സിൽവർ ലൈൻ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് കടകവിരുദ്ധമാണെന്നും കത്തിൽ വ്യക്തമാക്കി. അതായത് സിൽവർ ലൈൻ പദ്ധതി എങ്ങനെയെങ്കിലും നടന്നാൽ മതിയെന്നല്ല, സർക്കാർ ആഗ്രഹിച്ച പോലെ മാത്രം നടന്നാൽ മതിയെന്നാണ്. ജനകീയ പ്രക്ഷോഭത്തിന് കാരണമായ വിഷയങ്ങളിലൊന്നും തന്നെ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കേരയിൽ റെയിൽവേ ചർച്ചയ്ക്ക് പിന്നാലെ മെട്രോമാൻ ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അയച്ച കത്തിൽ റെയിൽവേയുടെ ആവശ്യങ്ങളെ തള്ളിപ്പറയുകയാണ്. കേരളിന് പിന്തുണയാണ്. കേരളത്തിന് അതിവേഗ പാത ആവശ്യമാണ്. റെയിൽവേ നിർദ്ദേശിച്ച പോലെ ഒരു DPR കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. സെമി ഹൈസ്പീഡ് റെയിലിനായി പ്രത്യേക ലൈൻ തന്നെ വേണം. സ്റ്റാൻഡേർഡ് ഗേജിനാണ് ഇ ശ്രീധരന്റെ പിന്തുണ. ഏത് വിധത്തിലുള്ള ഹൈസ്പീഡ് റെയിൽ വേണം, അതിനുള്ള പണം എങ്ങനെ തുടങ്ങിയ നിർദ്ദേശങ്ങളും കത്തിലൂടെ ഇ ശ്രീധരൻ കേന്ദ്രത്തെയും അറിയിച്ചിട്ടുണ്ട്. തുടർ ചർച്ചകൾ നടത്താമെന്ന ധാരണയിലാണ് റെയിൽവേ കേരയിൽ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം പിരിഞ്ഞത്. എന്നാൽ അതിനുശേഷം അടിസ്ഥാന പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കേരയിൽ അറിയിച്ചതിനാൽ റെയിൽവേയും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി ഫ്രീസറിൽ കയറും. അല്ലാത്ത പക്ഷം വിട്ടുവീഴ്ചയ്ക്ക് രാഷ്ട്രീയ ഒത്തുതീർപ്പുണ്ടാകണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.